അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റൂ. അതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യാം. ഇത്തിബാഅ് ചെയ്യൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാണെന്ന് അംഗീകരിക്കാം. നമുക്ക് ഇഷ്ടമുള്ളതിൽ നബി മാതൃക, ഇഷ്ടമില്ലാത്തതിൽ നബി മാതൃക, ആ പരിപാടിയില്ല. കല്യാണം നടത്തുമ്പോൾ റസൂലാണ് മാതൃക. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ റസൂലാണ് മാതൃക. കച്ചവടം നടത്തുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മാതൃക. ഉസ്വത്തുൻ ഹസന. ഇപ്പൊ ചില സമയത്ത് നമുക്ക് തോന്നിയതുപോലെയും ചില സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്നത് ശരിയായ സമീപനമല്ല. ഇപ്പൊ കല്യാണത്തിനൊന്നും ലക്കും ലഗാനും ഉണ്ടാവില്ല. പിയാപ്പിള വരുന്നതിനുണ്ടാവില്ല, പുതിയ എണ്ണ വരുന്നതിനുണ്ടാവില്ല, അവിടെ വിളമ്പുന്ന ഭക്ഷണത്തിനൊരു അതിലുണ്ടാവില്ല. നിക്കാഹിന്റെ ഒരു സമയത്ത് മാത്രം റസൂല് മുന്നിൽ വരും. ആ പരിപാടി ഇല്ല. ആദ്യം മുതലേ ആര് മുന്നിൽ വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വിശ്വാസിയുടെ ജീവിതം. അതാണ് ഇത്തിബാഅ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരംഗീകരിക്കണം? അതാണ് ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا. എന്തേ ഇപ്പൊ നബി അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിൽ തോന്നാതിരിക്കുക. അതാണ് വിശ്വാസത്തിന്റെ ഇത്തിബാഅിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് പറയും. രണ്ടാൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിൽ ഒരാൾ ഇടപെട്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത്. ആരാ പറഞ്ഞത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിലെന്ത് പാടില്ല? നോ എന്ന് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, മനസ്സിൽ വിഷമമുണ്ടാകാനും പാടില്ല. ഇപ്പൊ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കേണ്ടി വരും, കിട്ടേണ്ടത് ചിലപ്പോൾ കിട്ടും. ഇത്രയും ഉണ്ടാവും. ഇതാണ് ഇത്തിബാഅ് എന്ന് പറഞ്ഞത്. അല്ലാത്ത ഇത്തിബാഅ് വളരെ റിസ്ക് ഇല്ലാത്ത ഇത്തിബാഅാണ്. കാരണം നിസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഅ് ചെയ്യണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം മതി. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദു അന്നി മനാസികക്കും. എല്ലാ കർമ്മങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത്. അത് നോമ്പായാലും നമസ്കാരമായാലും ഹജ്ജായാലും സക്കാത്തായാലും ഇടപാടുകളായാലും ബന്ധങ്ങളായാലും നിലപാടുകളായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നതാണ്. ഒരിക്കൽ ജുമുഅ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ കൈകൊണ്ട് കാങ്ങ് കാണിക്കും. അപ്പോൾ ദൂരേന്ന് വരുന്ന ഒരാൾ, ഒരു സഹാബിക്ക് തോന്നിപ്പോയി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. നബി എന്നോട് അവിടെ ഇരിക്കാൻ പറയുന്നത് പോലെ ആർക്ക് തോന്നി? അങ്ങനെ അന്ന് കാർപ്പറ്റ് AC ഒന്നുമില്ല, വെയിലത്തായിരിക്കുക. ജുമുഅ കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഇരുന്നു? അപ്പൊ നബി എന്നോട് ഇരിക്കാൻ പറഞ്ഞതുപോലെ തോന്നി. അത് തോന്നിയിട്ട് പിന്നെ ഞാൻ മുന്നിലേക്ക് വരുന്നത് താങ്കളോടുള്ള ഒരു അദബുകേടാണ്, മര്യാദയുടെ ലംഘനമായി ഞാൻ മനസ്സിലാക്കി. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിതാവായി വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നിലത്ത് കുറച്ച് വറ്റുപോയി. അത് പെറുക്കിയെടുത്ത് ആര് ഭക്ഷിച്ചു? സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു. അപ്പം അടുത്തുള്ള ആൾ പറഞ്ഞത് അങ്ങനത്തെ ഒരു സദസ്സല്ല, VIP-കളുടെ സദസ്സാണ്, വറ്റൊന്നും പെറുക്കിയെടുത്ത് ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്തുറുകു സുന്നത ഹബീബി ലിഹാദിഹി സുഫഹാ. ഈ വിഡ്ഢികൾക്ക് വേണ്ടി എൻ്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ എന്തിനാ ഒഴിവാക്കുന്നത്? അപ്പോൾ ഈ ജാഗ്രതയാണ് ഇത്തിബാഉ സുന്ന. സുന്നത്തിനെ പിൻപറ്റുന്നതിൽ വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ജാഗ്രത എന്ന് പറയും.